നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി സോൾവിങ്ങും പിന്നെ അതിൻ്റെ അകത്തുള്ള നോട്ട്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ 9ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ നോവിക്കാതെ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ, വാട്ട് സൈറ്റ്സ് ഡു യു സീ? താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ പിക്ചറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നോക്കിയോളൂ. ഓർഗാനിസംസ് ദാറ്റ് സഫോക്കേറ്റ് ഡ്യൂ ടു ഫ്യൂംസ് റിലീസ്ഡ് വൈൽ ബേണിംഗ് സോളിഡ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ. അടുത്തത്, സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസ് ഡ്യൂ ടു ദ ഡംപിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. പ്ലാസ്റ്റിക്കും പിന്നെ ഈ ഖരമാലിന്യങ്ങളും നമ്മൾ വലിച്ചെറിയുന്നത് മൂലം ഒഴുക്കു നിലച്ച ജലാശയങ്ങൾ, സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസ്. സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസ് എന്ന് വെച്ചാൽ ഒഴുക്ക് നിലച്ച വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ. എന്തുകൊണ്ട്? ഡ്യൂ ടു ഡംപിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഈ സോളിഡ് വേസ്റ്റ് നമ്മൾ വലിച്ചെറിയുന്നത് മൂലം. അടുത്തത്, അക്വാട്ടിക് എക്കോസിസ്റ്റം ഈസ് ബീങ് ഡെസ്ട്രോയിഡ്. ജല ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. Have you seen such sight? List such situations you have observed and the problems caused by them. ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളും അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പട്ടികപ്പെടുത്തുക. ഇവിടെ സന്ദർഭം, പ്രശ്നങ്ങൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഇത് എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ടേബിളാണ് കേട്ടോ. സന്ദർഭം, പ്ലാസ്റ്റിക് കത്തിക്കുന്നു. എന്താണ് അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം? ഈ പുക മൂലം വായു മലിനമാകുന്നു. പ്ലാസ്റ്റിക് ബീങ് ബേൺഡ്, എയർ ഗെറ്റ്സ് പൊള്യൂട്ടഡ് ഡ്യൂ ടു സ്മോക്ക് മൂലം. അതായത് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലുള്ള പുക മൂലം വായു, എയർ എന്ത് ചെയ്യുന്നു? പൊള്യൂട്ടഡ് ആവുന്നു. അടുത്ത, അതിൻ്റെ രണ്ടാമത്തെ സന്ദർഭമാണ് ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. അപ്പോൾ എന്താണ്? പുക മൂലം ചുമ, ശ്വാസമുട്ട് എന്നിവ അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണ്? ഡ്രൈ ലീവ്സ് ആർ ബേൺഡ്. ഡ്രൈ ലീവ്സ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? സ്മോക്ക് ഈസ് ഫോംഡ് ആൻഡ് കോസസ് കഫിങ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ബ്രീത്തിന് ഷോർട്ട്നെസ്, അതാണ് ശ്വാസമുട്ട്. പിന്നെ കഫിങ്, ചുമ എന്നിവ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്മോക്ക്, പുക മൂലം. ഇനി ബേണിംഗ് ഹൗസ് ഹോൾഡ് വേസ്റ്റ്, വീട്ടിലുള്ള മാലിന്യങ്ങൾ നമ്മൾ കത്തിക്കുന്നു. അതും സെയിം പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. എന്താണ്? സ്മോക്ക് ഈസ് ഫോംഡ്, സ്മോക്ക് ഫോം ചെയ്യുന്നു. ആൻഡ് കോസസ്, അത് ഏതിലോട്ട് നയിക്കുന്നു? കഫിങ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ചുമയും പിന്നെ ശ്വാസം മുട്ടും അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും അതിലോട്ട് നയിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും സെയിം ആണ് അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ട് സിറ്റുവേഷനിൽ, അതായത് ഡ്രൈ ലീവ്സ് ബേൺ ചെയ്യുന്നതും ബേണിംഗ് ഹൗസ് ഹോൾഡ് വേസ്റ്റും രണ്ടിനുമുള്ള പ്രോബ്ലം സെയിം ആണ്. ഇനി ഗാർബേജ് ഈസ് ബേൺഡ് ഓൺ ദ റോഡ്സ്. ഗാർബേജ് ഉണ്ടല്ലോ, റോഡുകളിൽ ഈ മാലിന്യങ്ങൾ, റോഡിൻ്റെ സൈഡിലൊക്കെ മാലിന്യം ഇട്ട് കത്തിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആഷ് ആൻഡ് സ്മോക്ക് ആർ പ്രൊഡ്യൂസ്ഡ്. അവിടെ കരിയും പുകയും ഒക്കെ ഉണ്ടാകുന്നു. റോഡുകളിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നു, കരിയും പുകയും ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായിട്ട്. മനസ്സിലായല്ലോ? അങ്ങനെ 3 സിറ്റുവേഷൻസ് ആണ് എഴുതിയേക്കുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ളതാണ്, പ്ലാസ്റ്റിക് കത്തിക്കുന്നു എന്നുള്ളത്. ബാക്കി 3 നമ്മൾ എഴുതി ചേർക്കണം. വീണ്ടും വേറെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേറെയൊക്കെ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. അടുത്തത്, അനലൈസ് ദ ഇലസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. താഴെ ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇലസ്ട്രേഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണോ അത് നമ്മൾ എഴുതി ചേർക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ ആ ഇലസ്ട്രേഷൻ കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള തന്നെയാണ്. ബേണിംഗ് വേസ്റ്റ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് നമ്മൾ ബേൺ ചെയ്യുന്നു, കത്തിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് സ്മോക്ക് ഉണ്ടാകുന്നു. ഈ സ്മോക്ക് എവിടെ പോകുന്നു? എയറിൽ പോകുന്നു. അപ്പോൾ അത് ആര് ബ്രീത്ത് ചെയ്യുന്നു? മാൻ, അനിമൽസ്, പ്ലാന്റ്സ്. മനുഷ്യരും മൃഗങ്ങളും പ്ലാന്റ്സും ഒക്കെ ആ പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന പുക എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു, ശ്വസിക്കുന്നു. അടുത്തത് ഇതേപോലെയാണ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് ബേൺ ചെയ്യുന്നു. അപ്പോൾ അൺബേൺഡ് റിമൈൻസ്, അവിടെ അൺബേൺഡ് ആയിട്ട് അല്ലെങ്കിൽ കത്താതെ കിടക്കുന്ന കുറച്ച് വേസ്റ്റാണ്. അത് വാട്ടറിലെത്തുന്നു. അപ്പം മാൻ, അനിമൽസ്, പ്ലാന്റ്സ് വാട്ടറിലെത്തുന്ന ഇതിനെ എന്ത് ചെയ്യുന്നു? ഡ്രിങ്ക് ചെയ്യുന്നു. ഇനി ഈ അൺബേൺഡ് റിമൈൻസ് സോയിലിൽ കിടക്കുന്നു. അത് മനുഷ്യൻ്റെയും അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സ് നമ്മളിതാ എഴുതിയേക്കുന്നതാണ് ഇവിടെ. ഒന്നാമത്തത്, ബേണിംഗ് വേസ്റ്റ് റിലീസസ് സ്മോക്ക് ഇൻ ടു ദ എയർ. നമ്മൾ വേസ്റ്റ് ബേൺ ചെയ്യുമ്പോൾ അത്
എയറിലോട്ട് സ്മോക്ക് റിലീസ് ചെയ്യുന്നു അല്ലേ. ദ സ്മോക്ക് കണ്ടെയ്ൻസ് ഹാംഫുൾ പൊല്യൂട്ടൻസ് ദാറ്റ് കോസ് എയർ പൊല്യൂഷൻ. ഈ സ്മോക്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഈ മലിനീകാരികളുണ്ട്, അത് നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാകുന്നു. രണ്ടാമത്തത് പൊല്യൂട്ടൻസ് ഫ്രം ബേണിംഗ് വേസ്റ്റ് ക്യാൻ സെറ്റിൽ ഓൺ വാട്ടർ ബോഡീസ്. ഈ ഇതിൻ്റെ അകത്തുള്ള ഈ മലിനീകാരികൾ വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ, വാട്ടർ ബോഡീസിൽ എത്തിക്കഴിഞ്ഞാൽ അവ വാട്ടറിൽ സെറ്റിൽ ഡൗൺ ആയി കിടക്കുന്നു, അതിൽ അടിഞ്ഞു കിടക്കുന്നു. കണ്ടാമിനേറ്റിംഗ് ദം, എന്നിട്ട് അവയെ എന്ത് ചെയ്യുന്നു, കണ്ടാമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവയെ മലിനീകരിക്കുന്നു. കണ്ടാമിനേറ്റഡ് വാട്ടർ അഫക്ട്സ് അക്വാട്ടിക് ലൈഫ് ആൻഡ് ക്യാൻ ബി അൺസേഫ് ഫോർ ഹ്യൂമൻസ്. അത് അക്വാട്ടിക് ലൈഫ് അല്ലെങ്കിൽ ജലത്തിലുള്ള ജീവികളെ ബാധിക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യന് ദോഷകരമാവുകയും ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തത് അൺബേൺഡ് റിമൈൻസ് ആൻഡ് ആഷ് ക്യാൻ സെറ്റിൽ ഓൺ ദ സോയിൽ. അൺബേൺഡ് ആയിട്ട് അല്ലെങ്കിൽ കത്താതെ കിടക്കുന്ന റിമൈൻസ്, അതിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ അതിൻ്റെ ആ പുകയും, ആഷ് എന്ന് വെച്ചാൽ ചാരം, അതിൻ്റെ ചാരവും എന്ത് ചെയ്യുന്നു, ആ സോയിലിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു. ലീഡിങ് ടു സോയിൽ കണ്ടാമിനേഷൻ, അത് സോയിൽ കണ്ടാമിനേഷന് കാരണമാകുന്നു അല്ലേ. കണ്ടാമിനേറ്റഡ് സോയിൽ അഫക്ട് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് റെഡ്യൂസസ് സോയിൽ ഫെർട്ടിലിറ്റി. ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽ പ്ലാന്റിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഈ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ബലഭൂയിഷ്ഠതയെ ബാധിക്കുന്നു. അടുത്ത 4 പൊല്യൂട്ടൻസ് ഫ്രം ബേണിംഗ് വേസ്റ്റ് കോസ് ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻസ്, അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പ്ലാന്റ്സിലും ഹ്യൂമൻസിലും അനിമൽസിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു ഈ പ്ലാസ്റ്റിക്കിനെ ബേൺ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മലിനീകാരികൾ. The smoke and unburned remains generated by burning waste, including plastic, have an adverse impact on air, soil, water and living organisms. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് നമ്മൾ ബേൺ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന സ്മോക്കും പിന്നെ അൺബേൺഡ് റിമൈൻസ്, കത്താതെ കിടക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളും എന്താണ് പ്രതികൂലമായി ബാധിക്കുന്നു. ഏതിനെയൊക്കെ? എയറിന്, സോയിലിന്, വാട്ടറിന്, പിന്നെ ലിവിങ് ഓർഗാനിസത്തിനെയൊക്കെ. ഇനി നമുക്ക് എൻ്റെ മലയാളം മീഡിയം ആൻസർ നോക്കാം. മാലിന്യം കത്തിക്കുന്നതിലൂടെ കരിയും പുകയും ഉണ്ടാകുന്നു. പുകയിൽ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ജലാശയങ്ങൾ അടിഞ്ഞുകൂടുകയും അവയെ മലിനമാക്കുകയും ചെയ്യുന്നു. മലിനമായ ജലം ജലജീവികളുടെയും മനുഷ്യരെയും ദോഷകരമായി ബാധിക്കുന്നു. കത്തിക്കാത്ത അവശിഷ്ടങ്ങളും ചാരവും മണ്ണിൽ അടിഞ്ഞുകൂടുകയും മണ്ണിൻ്റെ മലിനീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മലിനമായ മണ്ണ് ചെടികളുടെ വളർച്ചയെ ബാധിക്കുകയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുകയും ചെയ്യുന്നു. മാലിന്യങ്ങൾ കത്തിക്കുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുകയും കത്താത്ത അവശിഷ്ടങ്ങളും വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് റിലീസ്ഡ് വൈൽ ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ്. ഇവ നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്? നമുക്കുണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകൾ, ദെൻ ഡയോക്സിൻസ്, ഡയോക്സിനുകൾ ഇത്രയാണ്. ഇനി ഇത് ഓരോന്നും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പുറത്തുവിടുന്നുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ. അപ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈവൻ വെൻ എ സ്മോൾ എമൗണ്ട് റീച്ചസ് ദ ബോഡി, പ്രോബ്ലംസ് ലൈക്ക് ഹെഡേക്ക്, ഫാറ്റിക്, ബ്ലഡ് വിഷൻ ആൻഡ് മെമ്മറി ലോസ് ഒക്കേഴ്സ്. അതായത് കുറഞ്ഞ അളവിൽ പോലും ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഹെഡാക്ക് തലവേദന, ഫാറ്റിക് ക്ഷീണം, ബ്ലഡ് വിഷൻ കാഴ്ചമങ്ങൽ, പിന്നെ മെമ്മറി ലോസ് ഓർമ്മക്കുറവ്, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇനി എന്താണ്? ഇൻഹലേഷൻ ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് ലീഡ്സ് ടു ഡെത്ത്. എന്നാൽ വലിയ അളവിൽ ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കാനിടയായാൽ അത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്നു. കുറഞ്ഞ അളവിൽ പോലും കാർബൺ മോണോക്സൈഡ് ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു. അടുത്ത സൾഫർ ഡയോക്സൈഡ് കോസസ് കാർഡിയോ വാസ്കുലാർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്. ഇത് ഹൃദയ സംബന്ധമായതും പിന്നെ ശ്വാസകോശ സംബന്ധമായതുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നു. അത് നമ്മൾ ശ്വസിക്കാനിടയായാൽ നമുക്ക് ഹൃദയ സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അതാണ് കാർഡിയോ വാസ്കുലാർ, അതായത് ഹൃദയ സംബന്ധം, ആൻഡ് റെസ്പിറേറ്ററി എന്ന് വെച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇനി നൈട്രജൻ ഡയോക്സൈഡ് കോസസ് റെസ്പിറേറ്ററി ഡിസീസസ്. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഈ നൈട്രജൻ ഡയോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ കേട്ടോ.
അടുത്തത് particulate മാറ്റർ, അതായത് പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകൾ. ഇൻഹലേഷൻ കോസസ് ഇച്ചിങ് ഇൻ ത്രോട്ട് ആൻഡ് ഐസ്, അലർജി, ആസ്മ ആൻഡ് ലങ് ക്യാൻസർ. അതായത് ഈ ചെറിയ കണികകൾ ഇങ്ങനെ കത്തിക്കുമ്പോൾ മുകളിലേക്ക് പുകയോടൊപ്പം വരുന്ന ഈ ചെറിയ കണികകൾ നമ്മൾ ശ്വസിക്കാനിടയായാൽ അത് എന്ത് പറ്റുന്നു, നമുക്ക് തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഇച്ചിങ് ഇൻ ത്രോട്ട് ആൻഡ് ഐസ്, ത്രോട്ടിനും ഐസിനും ഇച്ചിങ് എന്ന് വെച്ചാൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. പിന്നെ അലർജി ഉണ്ടാക്കുന്നു, ആസ്മ ഉണ്ടാക്കുന്നു, പിന്നെ ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു കേട്ടോ. അടുത്ത ഡയോക്സിൻസ് അല്ലെങ്കിൽ ഡയോക്സിനുകൾ. ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ, ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കോസ് തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്, പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കമ്പണൻസ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫെറിക് എയർ? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള കമ്പണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതെല്ലാമാണ്? എന്തൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് ആർഗൺ, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സെനോൺ, വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇതൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ അടങ്ങിയിട്ടുള്ള കമ്പണൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ആൻസറാണ് ഇതായി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ്? അതായത് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ്? നൈട്രജൻ. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് കമ്പണൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ. ഏതാണ്? നൈട്രജൻ. എത്ര പെർസെൻറ്റേജ് എന്നറിയാമോ? 78%. ഇനി വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്ര? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഇൻ എയർ? അത് 21%. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയൊക്കെ എത്രയായി? 78ഉം 21ഉം കൂടെ കൂട്ടുമ്പോൾ തന്നെ എത്രയായി? 99% ആയല്ലേ? അടുത്ത നോക്കിയാലോ. അനലൈസ് ദ പൈ ഡയഗ്രാം, കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് കമ്പണൻറ്റ്. ഇവിടെ ഒരു പൈ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ പൈ ഡയഗ്രാം അനലൈസ് ചെയ്യുക, എന്നിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോ കമ്പണൻറ്റിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഇതാ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈ ഡയഗ്രത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? നൈട്രജൻ. നൈട്രജൻ എത്രയാണ്? കമ്പണൻസ് ഓഫ് എയർ എന്ന് ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ക്വാണ്ടിറ്റി ഹെഡിങ് കൊടുക്കുക, താഴെ എഴുതുക നൈട്രജൻ എത്ര ക്വാണ്ടിറ്റിയാണ്? 78%. ഓക്സിജൻ ആണെങ്കിലോ 21%. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 0.04%. 0.04% ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അതേഴ്സ്, മറ്റുള്ളവ, അത് എത്രയാണ്? 0.96%. മനസ്സിലായോ? അപ്പം നൈട്രജൻ 78%, ഓക്സിജൻ 21%, അത് രണ്ടും കൂടെ തന്നെ 99% ആയി. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, പിന്നെ അതേഴ്സ്, മറ്റുള്ള, അതെല്ലാം കൂടെ 0.96%.